നല്ല നമസ്കാരം. ദിനദരികടവും ആരംഭിക്കുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കാൻ കഴിയാത്തവരാണ് സർക്കാരിൻ്റെ നോട്ട് നിരോധനത്തെ എതിർക്കുന്നത് എന്ന പ്രധാനമന്ത്രിയുടെ പുതിയ കണ്ടെത്തലിന് ഒരു നല്ല നമസ്കാരം. ആവശ്യത്തിന് സമയം മുൻകൂട്ടി കിട്ടിയവരെല്ലാം നേരം വെളുക്കുന്നതിന് മുമ്പേ സംഗതി വെളുപ്പിച്ചു എന്ന ഉറപ്പിലാകാം 56 ഇഞ്ചിൻ്റെ ഈ പ്രഖ്യാപനമെന്നും ഉറപ്പിക്കാം. അപ്പോൾ സഹാക്കളെ, സുഹൃത്തുക്കളെ, ദിനദരികടവും ആരംഭിക്കുകയാണ്. നോട്ട് നിരോധനം കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ നാട്ടിൽ വന്നത് എന്നറിയാമോ? പല അത്ഭുതങ്ങളും സംഭവിച്ചു. 400 രൂപയ്ക്ക് മുടി വെട്ടിയവർ ഇപ്പോൾ 30 രൂപയ്ക്ക് കട്ടിങ്ങും ഷേവിങ്ങും നടത്തുന്നു. പറമ്പിലും പാടത്തു നിന്ന കുപ്പച്ചീരയും പപ്പായയും തീന്മാശയിൽ കറികളായി എത്തി. പിസ്തയും കിസ്തയും കുറഞ്ഞു. എന്തിന്? ഭരിക്കുന്ന കാലത്ത് വാ തുറന്ന് 4 വർത്തമാനം പറയാതിരുന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സഭയിൽ സംസാരിക്കുക വരെ ചെയ്തു. ഈ അത്ഭുത രോഗശാന്തിക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. മൻമോഹൻ സിംഗ് ഒരു സിംഗമാണ്. वर्तमान में जारी 500 रुपए और 1000 रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे. What did you say? You enjoy this status in life because of our certain blood. That in the process of demonetization, monumental mismanagement has been undertaken about which today there is no two opinions in the country as a whole. The grievances of the people. അവൻ സംസാരിച്ചു സാബ്, അവൻ ആദ്യമായിട്ട് സംസാരിച്ചു സാബ്. എന്റെ അനന്തരം സംസാരിച്ചു. ഞാൻ ആദ്യമായിട്ട് ഒന്നുകൂടി സംസാരിച്ചേ. The ordinary people who have suffered as a result of this imposition on the country overnight by the Prime Minister. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നീ ഊമയാണ് സാബ്. അമ്മച്ചിയാണ് ഇവൻ, ഊമയാണ് ഇവൻ, ബദറിനാണ്, മൂങ്ങനാണ്. നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇവൻ സംസാരിക്കുന്ന പോലെ ആക്ട് ചെയ്യണം സാബ്. എടാ, ആക്ട് ചെയ്യണം. സത്യം പറയണോ, നീ ഊമയല്ലേ? കെടുക്കി, തകർത്തു, പൊളിച്ചു. ദേ 56 ഇഞ്ചിനെ പൊളിച്ചെടുക്കുന്ന ബാക്കി ഡയലോഗ് കൂടി കേട്ടുകൊടുക്കുക. Prime Minister has said that we should wait for 50 days. Well, 50 days is a short period, but for those who are poor and deprived sections of the community, even 50 days torture can bring about disastrous effects. ഇതവൻ കൊണ്ടുപോയിട്ടാ എഡ്യൂക്കേഷൻ And that's why about 60 to 65 people have lost their lives. നിയമപരമായ കവർച്ചയാണ് പ്രധാനമന്ത്രിയും കൂട്ടരും നടത്തുന്നതെന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ എൻ്റെ പൊന്നോ എന്തുമല്ലേ. All these mayors convinced me that the way the scheme has been implemented, it's a monumental management failure, and in fact it is a case of organized loot and legalized plunder. Let it be the last time. If you dare to say that word once more, I will pull out your bloody tongue. പക്ഷേ മൻമോഹൻജി ഇങ്ങനെ തകർത്തടിക്കുമ്പോൾ പൊതുജനമാണ് അന്തം വിടുന്നത്. നീല ടർബനും കെട്ടി ഒന്നും മിണ്ടാതിരുന്ന കക്ഷി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് ഉണർന്നേനെ. മാധവൻകുട്ടി, അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. ആ നിമിഷം ഞാൻ ഉണർന്നേനെ മാധവൻകുട്ടി, ഞാൻ ഉണർന്നേനെ.